നമസ്കാരം, എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ പയർ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഉച്ചയൂണിന് നല്ലൊരു നാടൻ വള്ളിപ്പയർ തോരനാണ്. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വള്ളിപ്പയർ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തീരെ കട്ടി കുറഞ്ഞ് കനം കുറച്ച് നമ്മളത് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. സവോള ചേർക്കുന്നുണ്ട്, വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും തന്നെ ഇതിനകത്ത് ചേർക്കുന്നില്ല. പിന്നെ അത്യാവശ്യം വേണ്ടത് പച്ചമുളകാണ്, അത് ഞാൻ ചേർക്കില്ല, കുട്ടികളിവിടെ എരി കഴിക്കാത്തത്. അപ്പോൾ കറിവേപ്പിലയിട്ട് വെളുത്തുള്ളി കനം കുറഞ്ഞ് തന്നെ ഞാൻ അരിഞ്ഞെടുത്തു. ഒരു വലുത് ചെറിയതാണെങ്കിൽ ഒരു 6-7 അല്ലി, വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 അല്ലി, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ സവോള നല്ലതുപോലെ കുത്തിയരിഞ്ഞു. വീട്ടിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും രുചിക്ക് കൂടുതലായിട്ട് നല്ലത്. അതിലേക്ക് പിന്നെ തേങ്ങ നന്നായിട്ട് ചിരകി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ജീരകം തിരുമ്മി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഉപ്പും ചേർത്ത് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഞെരടിയെടുക്കുക. അതേറ്റവും നല്ലത്. നമ്മൾ സാധാരണ ചിലർ തേങ്ങ ഒന്ന് അരകല്ലിൽ ഒതുക്കിയെടുക്കാറുണ്ട്, അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ അരച്ച് ചേർക്കാറുണ്ട്. ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. തേങ്ങ അത് നമ്മൾ പയറും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഒതുക്കിയെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. പിന്നീട് സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്ന പോലെ പാനടുപ്പത്ത് വയ്ക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, ചൂടാക്കുന്നു, കടുക് പൊട്ടിക്കുന്നു. ഓൾറെഡി കറിവേപ്പില ഞാൻ ഇതിലിട്ടത് കൊണ്ട് അതിലിട്ടിട്ടില്ല. പിന്നെ വറ്റൽമുളക് ഇടാം, കുറച്ചും കൂടി രുചി കൂടും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുവല്ലോ, കുട്ടികൾക്ക് എരിവ് പാടില്ല ഇവിടുത്തെ കുട്ടികൾ. അതുകൊണ്ട് ഞാൻ ഈ വറ്റൽമുളക്, പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഒഴിവാക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊന്നും ഒഴിവാക്കരുത്, നിങ്ങൾ അതൊക്കെ ചേർത്ത് ചെയ്യണം. അപ്പോൾ ഞാൻ കടുക് വറുത്ത ശേഷം ഈ ഒരു കൂട്ട് അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചെറിയ തീയിൽ വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒരുപാടൊന്നും ഒഴിച്ച് കളയരുത്. ആവശ്യം നമ്മൾ ആ കൈ കൊണ്ട് തിരുമ്മി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് എന്തോരം വെള്ളം വേണം എന്നുള്ളത്. അപ്പോൾ അത്രയും വെള്ളം ആവശ്യത്തിന് ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ ഈ ആവിയൊക്കെ കയറിയ ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ, വെള്ളം പറ്റുന്നുണ്ടോ, അടിക്ക് പിടിക്കുന്നുണ്ടോ എന്നുള്ളത്. കട്ടിയുള്ള പാനാണ് അടുപ്പ് വെക്കുന്നില്ല, അല്ലെങ്കിൽ ചീഞ്ചട്ടിയാണ് അടുപ്പ് വെക്കുന്നതെങ്കിൽ അങ്ങനെയൊന്നും അടിക്ക് പിടിക്കുകയില്ല. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ആവിയായിട്ട് നിന്ന് അത് വേകാൻ സഹായിക്കത്തേ ഉള്ളൂ. അപ്പം ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ ഈ ഒരു തോരൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഞാൻ തുറന്ന് നോക്കുമ്പോഴൊക്കെ അടിയിൽ പിടിക്കുകയോ വെള്ളം കെട്ടിക്കിടക്കുകയോ ഒന്നുമില്ല. അത് ഒഴിച്ചു കൊടുത്ത് പാകത്തിനുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതുപോലെ തോരൻ അത് വെന്ത് ഒന്നിൽ തൊടാതെ കിട്ടും, കുഴഞ്ഞൊന്നും പോകാറില്ല. പിന്നെ കുറച്ചും കൂടി ഒന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറിയ തീയിലൊന്ന് ഇളക്കി എടുക്കും. 2-3 മിനിറ്റോളം ചെറിയ തീയിൽ തുറന്ന് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം വെച്ചാൽ ലേശം വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ ഇളക്കി കൊടുത്ത് ഫൈനലി നമുക്ക് കിട്ടുന്ന ഒരു ടേസ്റ്റുള്ളൊരു തോരനുണ്ടല്ലോ, ഊണിൻ്റെ കൂടെയൊക്കെ ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, പിന്നീട് കാണാം.